നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. വിജയ് ചിത്രം ജനനായകൻ ഇന്ന് നിർണായകമാണ്. ഇന്നായിരുന്നു ചിത്രം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. വിജയുടെ അവസാന ചിത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന. അതിനിടയിലാണ് സെൻസർ ബോർഡിന്റെ കട്ടും അതുപോലെ തന്നെ കോടതിയിലേക്കുള്ള നിയമ പോരാട്ടമൊക്കെ നീണ്ടത്. എന്തായാലും വിജയും അതുപോലെ തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ആരാധകരും ഒക്കെ പൊങ്കലിന് മുന്നേയെങ്കിലും ചിത്രം തിയേറ്ററിലെത്തുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ചൂടുപിടിക്കുകയാണ്. എ.കെ. ബാലന്റെ വിവാദ പ്രസ്താവനയെ ചൊല്ലി CPM-ൽ ഭിന്നത രൂക്ഷമാണ്. മുഖ്യമന്ത്രി എ.കെ. ബാലനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കൊക്കെ അതൃപ്തിയുണ്ട്. എന്തായാലും ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടക്കുകയാണ്. ഒപ്പം മറ്റ് പല വാർത്തകളുമുണ്ട്. എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമുക്ക് പ്രധാന തലക്കെട്ടുകൾ കാണാം. എ.കെ. ബാലന്റെ ജമായത്ത് പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും രണ്ട് തട്ടിൽ. ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് MV ഗോവിന്ദൻ. വർഗീയ ശക്തികളോട് അടിയറവ് പറഞ്ഞ ചരിത്രമാണ് UDF-നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. സീറ്റുകൾ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ ഇന്ന് ഇടതുമുന്നണി യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി പഠന റിപ്പോർട്ട് യോഗത്തിൽ അവതരിപ്പിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവും ഇന്ന്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ CPM-ന്റെ നിലപാട് തിരുത്തണമെന്ന് അസീസ് അമൃത ന്യൂസിനോട്. US പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാർ. US പിടിച്ചെടുത്തത് റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ വെനസ്വേലൻ എണ്ണക്കപ്പൽ മറിനേര. വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് പ്രതിസന്ധിക്കിടെ സെൻസർ ബോർഡുമായുള്ള നിയമ പോരാട്ടത്തിൽ വിധി ഇന്ന്. മദ്രാസ് ഹൈക്കോടതി വിധി പറയുക രാവിലെ 10:30-ന്. പൊങ്കലിന് മുമ്പായി ചിത്രം തിയേറ്ററിൽ എത്തിക്കാനുള്ള നീക്കങ്ങളുമായി നിർമ്മാതാക്കൾ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ. രണ്ടാം സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത് 1-2 ഗോളുകൾക്ക്. വിശദമായി നോക്കാം. എ.കെ. ബാലന്റെ ജമായത്തെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രണ്ട് തട്ടിൽ. എ.കെ. ബാലനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുമ്പോൾ ബാലന്റെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയ ശക്തികളോട് അടിയറവ് പറഞ്ഞ ചരിത്രമാണ് UDF-നെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. മാറാട് കലാപവും 5-ാം മന്ത്രി വിവാദവും ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രിയുടെ നിലപാട് രാഷ്ട്രീയമായി തുറന്നു കാട്ടാൻ കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമൊക്കെ തയ്യാറെടുക്കുകയാണ്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ എ.കെ. ബാലന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചൂടുപിടിക്കുന്നത്. മുഖ്യമന്ത്രി ബാലനെ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോൾ പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കൊക്കെ വലിയ എതിർപ്പാണ് ഈ പ്രസ്താവനയിലുള്ളത്. അതായത് പാർട്ടിക്കിത് ദോഷമായി ഭവിക്കുമെന്നൊരു വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് വർഗീയ ശക്തികളോട് എന്നും എതിർപ്പ് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നു. ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടുക? പ്രത്യേകിച്ച് ഇന്ന് ഇടതുമുന്നണി യോഗവും ഒക്കെ ചേരുന്നുണ്ട്. എ.കെ. ബാലൻ 2 ദിവസം മുമ്പ് നൽകിയൊരു ഒരു പ്രസ്താവനയാണ്. അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ നിരവധി മാറാട്ടുകൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന രീതിയിൽ വർഗീയ ചുവയോടുകൂടി സംസാരിച്ചു എന്നാണ് മറുഭാഗത്ത് ആരോപണം ശക്തമാകുന്നത്. അതേസമയം അത് രാഷ്ട്രീയ പ്രതിയോഗികൾ അതിനെ ചർച്ചയാക്കുന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്കുള്ളിൽ പോലും കടുത്ത വിമർശനം നേരിടുകയാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിൽ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവനയിൽ
എം വി ഗോവിന്ദനോട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വൈകിട്ടാണ് നടക്കുന്നത്. രാവിലെ എം വി ഗോവിന്ദനോട് മാധ്യമങ്ങൾ ഈ പ്രസ്താവനയിൽ പ്രതികരണമാരാണെങ്കിൽ ഒന്നും പ്രതികരിക്കാൻ തയ്യാറാകാതെ പാർട്ടി യോഗത്തിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം വൈകിട്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഈ നിലപാടിൽ കൃത്യത വരുത്തുകയായിരുന്നു. അതായത് എ കെ ബാലന്റെ ആ പ്രതികരണത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പോലും എ കെ ബാലന്റെ പ്രസ്താവനയെ തള്ളിക്കളയാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഏത് സാഹചര്യത്തിലാണ് എ കെ ബാലൻ പറഞ്ഞത് എന്ന് മുമ്പ് കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്ന വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലവും ഒക്കെ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാത്തത് LDF ഉള്ളത് കൊണ്ടാണ്. വർഗീയതയോട് അടിയറവ് പറയുന്ന സമീപനമാണ് എല്ലാ കാലത്തും UDF-ലുള്ളതെന്നൊക്കെ അദ്ദേഹം മാറാട് കലാപം, 5ാം മന്ത്രി വിവാദമൊക്കെ ഉയർത്തിക്കാട്ടി ഓരോരോ സംഭവ വികാസങ്ങളായി ഉയർത്തിക്കാട്ടി അദ്ദേഹം അത് പറയുകയും എ കെ ബാലന്റെ പ്രസ്താവന ആ രാഷ്ട്രീയ സാഹചര്യം ഇനിയും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് എന്ന് പറഞ്ഞ് ബാലന്റെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും അടിവരയിട്ട് ശരിവെക്കുന്ന ഒരു നിലപാട് കൂടിയായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ അതേ സമയത്ത് വൈകിട്ട് രാവിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടക്കുകയായിരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോകുമ്പോഴാണ് മാധ്യമങ്ങൾ എം വി ഗോവിന്ദനോട് പ്രതികരണമായാലൊന്നും മിണ്ടാതെ കടന്നുപോയ അദ്ദേഹം. പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനവും പ്രതിഷേധവും അദ്ദേഹം എ കെ ബാലന്റെ പ്രസ്താവനയിൽ നടത്തി. അതായത് എ കെ ബാലൻ ശുദ്ധ അസംബന്ധവും തോന്നിയവാസവുമാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് പ്രതിനിധി ചർച്ചകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞതാണ് ഇതിന് കൃത്യത വരുത്തുന്നത്. എ കെ ബാലൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം ഭാവനയുടെ ലോകത്ത് നിന്നുകൊണ്ടൊരു ഭാവനാപരമായ ചോദ്യത്തിന് അതേ രീതിയിൽ ഭാവനാപരമായ മറുപടി എ കെ ബാലൻ നൽകും. എന്തിനാണ് അങ്ങനെ ഭാവനാപരമായ മറുപടി നൽകാൻ പോകുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും എ കെ ബാലൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന കടുത്ത വിമർശനവും പ്രതിഷേധവും അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിമർശനങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറയവേ എം വി ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി എന്താണോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ നിലപാട് തുറന്നു പറഞ്ഞത് അതിനെ പൂർണ്ണമായും അതിന്റെ തള്ളുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഘടകവിരുദ്ധമായി ഒക്കെ പറഞ്ഞ കടുത്ത വിമർശനമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജില്ലാ സെക്രട്ടറി ജില്ലാ ഘടകത്തിലും എ കെ ബാലന്റെ കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉയർന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് തട്ടിൽ നിൽക്കുന്നു. പാലക്കാട് ജില്ലാ ഘടകവും എ കെ ബാലനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം CPM-ൽ ഇപ്പോഴും ഉണ്ട്. ഈ ഭിന്ന അഭിപ്രായം ഈ ഏറ്റവും ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറ്റവും അധികം കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ CPM-ൽ പോലും നേതൃനിരയിൽ രണ്ട് തട്ടിലായി അഭിപ്രായ സ്വീകരണം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നിടത്താണ് ഇന്ന് LDF യോഗം ചെയ്യുന്നത്. സ്വാഭാവികമായും ഇന്ന് രാവിലെ LDF യോഗം ചെയ്യുമ്പോൾ എം വി ഗോവിന്ദന്റെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു തട്ടിൽ, പാർട്ടി സെക്രട്ടറി മറ്റൊരു തട്ടിൽ, ആരുടെ നിലപാടിനൊപ്പം അല്ലെങ്കിൽ ആരുടെ നിലപാടിന് വഴങ്ങേണ്ടി വരുമെന്നുള്ളതൊക്കെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. കാരണം നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് കേരളം കടക്കുകയാണ്. 110 സീറ്റുകളാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. പാർട്ടികളും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ തന്ത്രങ്ങൾ മെനയുന്ന ഒരു ദിവസങ്ങളാണ്. ആ രീതിയിലൊക്കെ ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഇടതുമുന്നണിയുടെ ചർച്ച? പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി അടക്കമുള്ള റിപ്പോർട്ട് ഇന്ന് പരിഗണനയ്ക്കുണ്ട്. തീർച്ചയായും 110 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പാർട്ടിക്ക് ഉള്ളത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക മന്ത്രിമാരെ കാണുകയും അതിന്റെ കർമ്മ പദ്ധതികൾ മുഖ്യമന്ത്രി ഓഫീസ് നേരിട്ട് നടത്തി അത് മന്ത്രിമാർക്ക് ഏകോപന ചുമതല നൽകുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്യുകയാണ്. 110 സീറ്റിന്റെ ഒരു ആത്മവിശ്വാസക്കുറവും മുന്നണിക്കില്ല. മുന്നണിയുടെ ഗ്രാഫ് ഉയരുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു രാഷ്ട്രീയ അവസ്ഥ അല്ല ഇപ്പോഴൊന്നും ഒക്കെ അത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി സർക്കാർ നിൽക്കുമ്പോൾ മുന്നണി നേരത്തെ തന്നെ LDF മേഖലാ ജാഥകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഗൃഹ സന്ദർശനമൊക്കെ നടത്തി തിരുത്തുകൾ വരുത്താനായി പാർട്ടി തയ്യാറെടുക്കുന്നു. അതായത് ഈ ഒരു 2-2.5 മാസം വളരെ വേഗത്തിൽ തന്നെ സസൂക്ഷ്മം തന്നെ ഓരോ രാഷ്ട്രീയ സാഹചര്യം നിരീക്ഷിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 110 എന്നൊരു കൃത്യമായ അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്നത്. അതിൽ സർക്കാർ തലത്തിൽ അതിന് കർമ്മപദ്ധതി രൂപം നൽകി അത് അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ പാർട്ടി തലത്തിൽ മുന്നണി തലത്തിൽ അതുമായി ബന്ധപ്പെട്ട് 110 സീറ്റ് എന്ന അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ കർമ്മ പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നത് ഉറപ്പായും ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെയും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിലേക്ക് കടക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി കഴിഞ്ഞ ഇടതുമുന്നണി യോഗം ചേർന്നപ്പോൾ ഓരോ ഘടകകക്ഷികളും പ്രത്യേകം പഠിച്ച് ഇന്ന് ചേർന്ന ഈ മുന്നണി യോഗത്തിൽ
ഓരോ ഘടകകക്ഷികളും റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ CPM ഒഴികെ ബാക്കി എല്ലാ ഘടകകക്ഷികളും സർക്കാർ വിരുദ്ധതയുണ്ട്, ഭരണവിരുദ്ധത ഉണ്ടായി എന്നാണ്. CPI ഉൾപ്പെടെ നമുക്കറിയാം വിലയിരുത്തുന്ന അങ്ങനെയാണ്. ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് ഓരോ ഘടകകക്ഷികളും റിപ്പോർട്ട് ഇന്ന് LDF അവതരിപ്പിക്കുമ്പോൾ CPM അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാരണം CPM ഇപ്പോഴും ഭരണവിരുദ്ധത ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു മുഴുവൻ ഘടകകക്ഷികളും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുമ്പോൾ CPM അത് അംഗീകരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ LDF യോഗത്തിൽ. അതോടൊപ്പം തന്നെ യോഗശേഷം CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ചേരും. കാരണം CPI കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗത്തിലേക്ക് കടന്നിരുന്നു. പക്ഷെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളൊന്നും ഇനി പരസ്യമായി വേണ്ട ാണ്. കാരണം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലേക്ക് കടക്കുമ്പോൾ ഇനി പരസ്പരം പഴിച്ചാരുന്നതിന്റെ അർത്ഥമില്ല. ഇനി ഒറ്റക്കെട്ടായി നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനാ തയ്യാറെടുക്കണം എന്നൊരു വിലയിരുത്തലാണ് CPIക്കുമ്പോൾ. അത് എന്തായാലും ഇന്ന് CPI ചേരുമ്പോൾ ഒരുപക്ഷെ പ്രാഥമികമായ സീറ്റ് ചർച്ചകളിലേക്ക്, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. ടൈം വ്യവസ്ഥകളടക്കം ഉള്ളത് മന്ത്രിമാർ വീണ്ടും മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ CPI ഒരു തീരുമാനത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആമ്പത് ശരി, ഇന്ന് ഇടതുമുന്നണി യോഗവും ചേരുന്നുണ്ട്. 110 സീറ്റാണ് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒപ്പം അൺഫീൽഡ് സൂചിപ്പിച്ച പോലെ തന്നെ പ്രാഥമിക തരത്തിലുള്ള ഇലക്ഷൻ്റെ എല്ലാ ചർച്ചയും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇന്ന് ഇടതുമുന്നണി യോഗം പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലേക്ക് ഇടതുമുന്നണി കടക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫീൽഡ് ഡിസൂസ. ഇനി മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R. ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് ഓഫീസ് ഒഴിഞ്ഞ VK പ്രശാന്ത് MLA ഇന്ന് പുതിയ ഓഫീസിൽ പ്രവർത്തനം ആരംഭിക്കും. മരുതൻകുഴിയിലെ വൈബ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പുതിയ ഓഫീസുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, നമുക്കറിയാം വലിയ വിവാദങ്ങളും അതുപോലെ തന്നെ ചർച്ചകളൊക്കെ നടന്നിരുന്നു ഈ ഓഫീസുമായി ബന്ധപ്പെട്ട്. വട്ടിയൂർക്കാവ് മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രസ്റ്റീജ് മണ്ഡലമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് VK പ്രശാന്ത് ഓഫീസൊക്കെ മാറുന്നത്. എങ്ങനെയാണ്? തീർച്ചയായിട്ടും അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾക്ക് താൽക്കാലികമായി വിരാമമിടാൻ തന്നെയാണ് ഇത്തരത്തിൽ VK പ്രശാന്ത് MLA സ്വയം ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ കെട്ടിടം വാടക കെട്ടിടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചു വന്നത്. ആ ഒരു കെട്ടിടം ഒഴിഞ്ഞു മാറാൻ സന്നദ്ധത അറിയിച്ചത് 31-ാം തീയതി വരെ, മാർച്ച് 31-ാം തീയതി വരെ ഈ വാടക കരാർ പ്രകാരം VK പ്രശാന്ത് MLAക്ക് ഈ പറയുന്ന കെട്ടിടത്തിൽ തുടരാമെങ്കിലും തുടർച്ചയായി ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, ഇത്തരം ചെറിയ പ്രശ്നങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് സ്വയം മാറാനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. ഈ VK പ്രശാന്ത് MLAയോട് ഈ കോർപ്പറേഷനിലെ കൗൺസിലറായ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R. ശ്രീലേഖ അധികാരമേറ്റ 2-ാം ദിവസമാണ് ഇത്തരത്തിൽ തന്റെ ഓഫീസിന് ചില പരിമിതികൾ ഉണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടി സൗഹൃദത്തിന്റെ പുറത്ത് VK പ്രശാന്ത് MLAയോട് ഇത്തരത്തിൽ ഈ ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ VK പ്രശാന്ത് MLA വ്യക്തമാക്കിയത് സൗഹൃദത്തിന്റെ പുറത്താണെങ്കിൽ കൂടി ഒരു MLAയോട് ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെടേണ്ടത് ഒരു കൗൺസിലർ അല്ല, ഇത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു ചോദ്യം വന്നത് എന്ന കാര്യം തന്നെയാണ് VK പ്രശാന്ത് പറഞ്ഞത്. ഇതോടെ വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത്. പരസ്പരം ഈ നെയിം ബോർഡ് സ്ഥാപിച്ചുള്ള പോരടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനെല്ലാമാണ് ഇതോടെ അവസാനമാകുന്നത്. മരുതൻകുഴി ജംഗ്ഷന് സമീപമുള്ള വൈബിന്റെ ഓഫീസ് കെട്ടിടത്തിലേക്കാണ് പുതിയ ഓഫീസ് തുറക്കുന്നത്. ഇന്ന് രാവിലെ 8:15 പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം. അമ്പിളി. ശരി, വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ പിന്നാലെ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R. ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് ഓഫീസ് ഒഴിഞ്ഞ VK പ്രശാന്ത് MLA ഇന്ന് പുതിയ ഓഫീസിലേക്ക് മാറുകയാണ്. മരുതൻകുഴിയിലെ വൈബ് സൊസൈറ്റിയുടെ കെട്ടിടത്തിലാണ് പുതിയ ഓഫീസ്. ദേവിക സൂചിപ്പിച്ച പോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഓഫീസിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ പ്രവർത്തനവും ഒക്കെ ആരംഭിക്കും. ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തുന്നു എന്നാരോപിച്ച് US സൈന്യം പിടികൂടിയ റഷ്യൻ കപ്പലിലെ 28 ജീവനക്കാരിൽ 3 പേർ ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട്. ജീവനക്കാരിൽ 6 ജോർജിയൻ സ്വദേശികൾ, 17 യുക്രൈൻ സ്വദേശികൾ, 3 ഇന്ത്യക്കാർ, 2 റഷ്യക്കാർ എന്നിവരടക്കം 28 പേരാണ് ആകെ ആ കപ്പലിലുള്ളത്. ഉപരോധം ലംഘിച്ചെന്ന് ആരോപിച്ച് വടക്കൻ അറ്റ്ലാന്റിക്കിലൂടെ പോവുകയായിരുന്നു മാരിനേര എന്ന റഷ്യൻ കപ്പൽ. US തീരരക്ഷാസേനയാണ് പിടിച്ചെടുത്തത്. ആഴ്ചകളോളം കപ്പലിനെ പിന്തുടർന്ന ശേഷമായിരുന്നു നടപടി. പിന്നാലെ കരീബിയൻ കടലിലും വെനസ്വേലൻ എണ്ണയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് മറ്റൊരു കപ്പൽ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും സമുദ്ര ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യം അട്ടിമറിക്കരുതെന്നും US നടപടിയോട് റഷ്യ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം എണ്ണ US-നല്ലാതെ മറ്റാർക്കും വിൽക്കരുതെന്നാണ് വെനസ്വേലയോടുള്ള US-ന്റെ ശാസന.
തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തമിഴകത്തിന്റെ സൂപ്പർ താരവും TVK സ്ഥാപകനുമായ വിജയുടെ അവസാന ചിത്രം ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിൽ തുടരുന്നതിനിടെ സെൻസർ ബോർഡുമായുള്ള നിയമ പോരാട്ടത്തിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PT ആശ രാവിലെ 10:30-ക്കാണ് വിധി പറയുക. സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം റിവൈസിംഗ് കമ്മിറ്റിക്ക് വിട്ടതെന്തിനാണെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തന്നെ പരാതിക്കാരനാകുന്നത് അനാരോഗ്യകരമായ പ്രവണതയാണെന്നും കോടതി വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും CBFC ചെയർമാന് ഇടപെടാമെന്നാണ് സെൻസർ ബോർഡിന്റെ നിലപാട്. നിർമ്മാതാക്കൾക്ക് അനുകൂലമായ ഉത്തരവ് വന്നാലും സെൻസർ ബോർഡ് അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. പൊങ്കലിന് മുമ്പായി ഈ മാസം 14-നോ അല്ലെങ്കിൽ 23-നോ ചിത്രം റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കളുടെ ശ്രമം. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരിശോധനയ്ക്കായി ഗൈനക്കോളജി വിഭാഗത്തിലെ വിദഗ്ധ സംഘത്തെ തന്നെ അയക്കുമെന്നും നഷ്ടപരിഹാരം ഉറപ്പു നൽകുമെന്നും മന്ത്രി അറിയിച്ചു. യുവതിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസാരിച്ചു. ഇന്ന് യുവതിയുടെ ആരോഗ്യ പരിശോധന നടത്തുന്നുണ്ട്. തുടർ ചികിത്സയും ഒക്കെ ഉറപ്പാക്കും. സംഭവത്തിൽ തുടരന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. തുണിക്കെട്ടുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലേക്ക് കേരളം കടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നേതാക്കളൊക്കെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രങ്ങൾ മെനയുകയും അതുപോലെ തന്നെ അവരുടെ യോഗവും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ്. കാസർഗോഡ് ഉദുമ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന ഉറച്ച കണക്കുകൂട്ടലിലാണ് KPCC നേതൃത്വം. വയനാട്ടിൽ സമാപിച്ച കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പിലാണ് CPM ശക്തി കേന്ദ്രമായ ഉദുമ തിരിച്ചു പിടിക്കാമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായത്. LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,222 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കണ്ണുവെക്കുന്നത്. CPM കാലങ്ങളായി വിജയിക്കുന്ന ഉദുമ നിയോജക മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചതും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം ഉദുമ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകളിൽ വിജയം നേടാൻ സാധിച്ചതും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ച് ഒപ്പത്തിനൊപ്പം എത്തിയതും CPM ശക്തി കേന്ദ്രമായ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിൽ 48 വർഷങ്ങൾക്ക് ശേഷം 2 വാർഡുകളിൽ UDF വിജയിച്ചതുമെല്ലാം മികച്ച പ്രവർത്തനം നടത്തിയാൽ ഇത്തവണ ഉദുമ നിയോജക മണ്ഡലത്തിൽ വിജയക്കൊടി പാറിക്കാമെന്ന വിലയിരുത്തലുകളിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിച്ചതായി വയനാട്ടിലെ ലക്ഷ്യ ക്യാമ്പിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരുടെ എണ്ണം നോക്കുകയാണെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിലും ഒരു തർക്കവും വേണ്ട. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും UDFന്റെ കൈകളിൽ ആ സീറ്റ് ലഭിക്കാനുള്ള വലിയ രാഷ്ട്രീയ നീക്കവുമായാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും അവിടെ മുമ്പോട്ട് പോകുന്നത്. അതേസമയം കഴിഞ്ഞ 30 വർഷക്കാലമായി CPM തുടർച്ചയായി വിജയം നേടുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ അനുകൂല ഘടകങ്ങൾ UDFന് ചുറ്റും ഉയർന്നു നിൽക്കവേ മണ്ഡലത്തിലെ മുഴുവൻ സമയ പ്രവർത്തകനായ കോൺഗ്രസ് നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. സ്വാഭാവികമായും ആ നിയോജക മണ്ഡലത്തിൽ ജില്ലയിൽ നിന്നുള്ള ഒട്ടനവധി കഴിവുള്ള നേതാക്കളുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തന്നെ, അവിടെ കഴിവുള്ള ആളുകളെ തന്നെ, വിജയസാധ്യതയുള്ള ആളുകളെ തന്നെ ശുപാർശ ചെയ്യും. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, KPCCയും AICCയും ഏത് തീരുമാനം എടുത്താലും നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിൽ നേതാക്കളായ K. സുധാകരൻ, പെരിയ ബാലകൃഷ്ണൻ എന്നിവർ മത്സരിച്ച് കനത്ത പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലമാണ് ഇത്തവണ ലക്ഷ്യ ക്യാമ്പിലൂടെ കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിട്ടിരിക്കുന്ന കാസർകോട്ടെ ഉദുമ നിയോജക മണ്ഡലം. അമൃത ന്യൂസ്, കാസർഗോഡ്. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ CPMന്റെ നിലപാട് തിരുത്തണമെന്നും അസീസ് അമൃത ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നാഷണൽ ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ NK അബ്ദുൽ അസീസാണ്. തുടർച്ചയായി ഇങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ പരാമർശം ലീഗിൻ്റെ പേരിലാണെങ്കിലും പിന്നീട് മലപ്പുറത്തെ ജനങ്ങളെയും എല്ലാം തുടർച്ചയായി വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം വരുന്നു. പലപ്പോഴും CPM അതൊരു മൗനം ഭജിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ നാഷണൽ ലീഗിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നതിനാൽ അതിനെതിരായി ശക്തമായി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലപാട് വേണം എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ആ അർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന നിരന്തരമായ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരായി ഗവൺമെൻറ്റും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശക്തമായി നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.
ഇപ്പം നമുക്കറിയാം ശ്രീനാരായണീയരുടെ നിലപാടിന് തികച്ചും വിരുദ്ധമാണ് വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന നിലപാട്. എല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും എല്ലാ വിശ്വാസങ്ങളെയും സമീകരിച്ചുകൊണ്ടുമുള്ള ഒരു നിലപാടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ പോലും നിലപാടുകൾക്ക് വിരുദ്ധമായി വർഗീയത വളർത്തുകയും അതിന് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കടുത്ത മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ്. കേരളീയ സമൂഹം ഒരു അംഗീകരിക്കാത്തതാണ് എന്നാണ് ഞങ്ങളുടെ. പക്ഷേ ഇപ്പോഴും CPM-ന്റെ മുൻനിര നേതാക്കൾ ഉൾപ്പെടെ വെള്ളാപ്പള്ളിയെ തള്ളി പറയാനോ തിരുത്താനോ തയ്യാറാവുന്നില്ല. പക്ഷേ LDF-ന്റെ അകത്താണെങ്കിൽ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് താനും, CPI-ക്ക് ഉൾപ്പെടെ, ഇപ്പോൾ നാഷണൽ ലീഗിനുണ്ട്. പക്ഷേ ഇതൊന്നും CPM വകവെക്കുന്നില്ല. CPM ആണ് യഥാർത്ഥത്തിൽ LDF-ലെ ഒരു വലിയ കക്ഷി കൂടിയാണ്. CPM കൃത്യമായൊരു നിലപാടെടുക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം AK ബാലൻ സമാനമായ രീതിയിലേക്കാണ്, ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ഇവിടെ ആഭ്യന്തരമന്ത്രിയാവുക, മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. അതല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. ജമാഅത്ത് ഇസ്ലാമി അല്ല കേരളത്തിൽ ഭരിക്കുക എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും അതെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളിലെ മുസ്ലിം വിരുദ്ധ നിലപാടിലേക്ക് തന്നെയല്ലേ? അത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായി മതനിരപേക്ഷ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു പ്രസ്താവന വന്നതിന് ശേഷം LDF കൺവീനർ സഖാവ് TP രാമകൃഷ്ണൻ വളരെ കൃത്യമായി ആ നിലപാട് ഇടതുപക്ഷത്തിൻ്റേതുമായി യോജിക്കുന്നതല്ല, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് എന്ന നിലയിൽ പരസ്യമായി അദ്ദേഹം വാർത്താമാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്തെല്ലാം എടുത്ത നിലപാടുകൾ മതനിരപേക്ഷതയ്ക്ക് അനുഗുണമായ നിലപാടാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ നിലപാട് തിരുത്താൻ പരസ്യമായി ഇതുവരെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് തിരുത്തപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസ് BJP പോര് രൂക്ഷമാകുകയാണ്. ED പരിശോധനയ്ക്കെതിരെ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരും. പ്രശാന്ത്, ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് ED ആ സംസ്ഥാനത്തേക്ക് എത്തുകയും അതുപോലെ തന്നെ റെയ്ഡ് എന്നുള്ളതൊക്കെ ഉള്ളൊരു വിമർശനം നേരത്തെ തന്നെയുണ്ട്. എന്താണ് ഈ ബംഗാളിൽ സംഭവിക്കുന്നത്? അമ്പിളി, ഗുഡ് മോർണിംഗ്. ബംഗാളിൽ നേരത്തെ തന്നെ തൃണമൂലും അതുപോലെ തന്നെ BJPയും തമ്മിൽ വലിയ തരത്തിലുള്ള വാക്പോരും മറ്റ് പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ്. ആ ഒരു സമയത്ത് സമാനമായ രീതിയിൽ, അതായത് തൃണമൂൽ തന്നെ പറയുന്നത് ഇനി കൂടുതൽ ഏജൻസികൾ സംസ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ്. കാരണം ഏജൻസികളെ വെച്ച് അധികാരം പിടിക്കാനുള്ള നീക്കമാണ് പല ഘട്ടത്തിലും BJP നടത്തിയിട്ടുള്ളത്, പല സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുണ്ട്. അത് ബംഗാളിലും ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് തൃണമൂൽ പറയുന്നത്. അതേതായാലും ബംഗാളിൽ വിലപ്പോകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഐപാക്കിന്റെ ഓഫീസിലേക്ക് ED റെയ്ഡ് ഉണ്ടാകുന്നത്. ഐപാക്ക് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ഡാറ്റകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ സൂക്ഷിക്കുക, അവർക്ക് മറ്റ് സാങ്കേതിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയുടെ വീട്ടിലും സമാനമായ രീതിയിൽ തന്നെ ഒരു പരിശോധന, രണ്ട് സ്ഥലത്തും ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, മമതാ ബാനർജി പരിശോധനാ സമയത്ത് നേരിട്ട് ഐപാക്കിന്റെ ഓഫീസിലേക്ക് എത്തുന്നതും നമ്മൾ കണ്ടതാണ്. ഇതിൽ തൃണമൂൽ തന്നെ പറയുന്നത് കഴിഞ്ഞ 2019 മുതൽ തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഐപാക്കാണ്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവർക്ക് ഓഫീസുകളുണ്ട്. അവരാണ് താഴെത്തട്ട് മുതലുള്ള എന്താണ് ജനങ്ങളുടെ ഒരു വികാരം, അക്കാര്യം ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തൃണമൂലിന് റിപ്പോർട്ടായി നൽകുന്നതൊക്കെ ഐപാക്കാണ്. അതുകൊണ്ട് തന്നെ ഐപാക്കിൽ നിന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ എടുക്കാനുള്ള നീക്കമാണ് EDയുടെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നുള്ളതാണ്. അതേസമയം ED പറയുന്നത് വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള പരിശോധനയുടെ ഭാഗമാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ED പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് 5237 പരിശോധനകളും കേസുകളും ED പശ്ചിമബംഗാളിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി എടുത്തുന്നത്. പക്ഷെ അതിന്റെ അകത്ത് ഒരു തരത്തിലും വിചാരണയിലേക്ക് പോകുന്ന സാഹചര്യം പ്രധാനപ്പെട്ട കേസുകളിൽ പോലും ഉണ്ടാകുന്നില്ല. ആകെ 47 കേസുകളിൽ മാത്രമാണ് വിചാരണ ഘട്ടത്തിലേക്ക് പോയിട്ടുള്ളത്. ഒരു നടപടിയും ഉണ്ടാകാതെ ഇങ്ങനെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും കയറി ഇറങ്ങി നേതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന നീക്കമുണ്ടാകുന്നു. അങ്ങനെ അവരെ
ഭീഷണിപ്പെടുത്തി പാർട്ടി മാറുന്ന തരത്തിലേക്ക് പോവുകയാണ്. അവർ പലപ്പോഴും BJPയുടെ ഭാഗമായി ചിലരെങ്കിലും മാറുന്നുണ്ട് എന്നുള്ളതാണ് തൃണമൂൽ MP ഉൾപ്പെടെ കുറ്റപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും ഇന്നലെയും റാലി ഉണ്ടായിരുന്നു. ഇന്നും തൃണമൂലിന്റെ ഭാഗമായി ഇന്ന് കുറെ കൂടി റാലികൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് പല റാലികളിലും പങ്കെടുക്കുന്നുണ്ട്. അഭിഷേക് ബാനർജിയുണ്ട്, മഹുവ മൊയ്ത്രയുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ റാലിയുമായി ഒപ്പം തന്നെ BJPക്കെതിരെ തന്നെ കേന്ദ്ര ഏജൻസികളെതിരെ തന്നെ രംഗത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി, രാഷ്ട്രീയ പോരാട്ടമായി മാറുമെന്ന് ഉറപ്പാണ്. കാരണം ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ്. കേരളത്തിനോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് പശ്ചിമ ബംഗാൾ. അമ്പിളി, ശരി. തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കെയാണ് ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസും BJP പോരും രൂക്ഷമാകുന്നത്. ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിഷേധ റാലി ബംഗാളിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ തന്നെയാണ് ഈ പ്രതിഷേധ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു KK പ്രശാന്ത്. വീണ്ടും പക്ഷിപ്പനി ഭീതിയിൽ ആലപ്പുഴ. കള്ളിം പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ നടക്കും. ജില്ലയിലെ 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് തുടർ നടപടികൾ ആരംഭിക്കുന്നത്. കള്ളിങ് ഇന്നും നാളെയുമായിട്ടാണ് നടക്കുക. വിവരങ്ങളുമായി അജയ്നാഥ് ചേരുന്നുണ്ട്. അജയ്, നമുക്കറിയാം ആലപ്പുഴയിൽ ഈ പക്ഷിപ്പനി സംബന്ധിച്ചുള്ള പ്രതിസന്ധി തീരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി പലയിടങ്ങളിലും ഇതുപോലെ തന്നെ കള്ളിം പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഈ ഹോട്ടലുകളിലടക്കം ഫുഡ് സേഫ്റ്റി പ്രവർത്തകരുടെ ഇടപെടലൊക്കെ വലിയ രീതിയിൽ വാർത്തയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വീണ്ടും 4 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തുടർ നടപടികൾ? ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധ നടപടികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ ഈ പക്ഷിപ്പനി ഭീതിയിൽ നിന്ന് ആലപ്പുഴ വിട്ടുമാറുന്നില്ല എന്നുമാണ് മനസ്സിലാക്കുവാൻ. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആദ്യഘട്ടത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും 4 പഞ്ചായത്തിൽ കൂടി പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് അമ്പലപ്പുഴ സൗത്ത്, അമ്പലപ്പുഴ നോർത്ത്, പള്ളിപ്പാട് ഒപ്പം കരുവാറ്റ പഞ്ചായത്തുകളിലാണ് നിലവിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 13,785ഓളം പക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കി കൊന്നെടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് നടത്തുന്നത് അമ്പലപ്പുഴ സൗത്ത്, നോർത്ത് പഞ്ചായത്തുകളിൽ ഇന്ന് കള്ളിങ് നടക്കും. നാളെ പള്ളിപ്പാട്, കരുവാറ്റ പഞ്ചായത്തുകളിൽ നാളെയും കള്ളിങ് നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 10 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ വളർത്തുന്നതിനും ഒപ്പം വിപണനം നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളിങ്ങിന് ശേഷം നിലവിൽ 33 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ കള്ളിങ്ങിന് ശേഷം ഏതാണ്ട് 1 മാസക്കാലത്തേക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ വളർത്തുവാനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഏതാനും നാളുകൾക്ക് മുൻപാണ് ഈ ആദ്യഘട്ടത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന കാര്യമുണ്ടായത്. ആ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം എടുത്ത നിലപാടിനെ സംബന്ധിച്ചെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ പ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിലേക്ക് ഇറച്ചി വിഭവങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള ഒരു നിരോധനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകളിലെല്ലാം തന്നെ ഇത്തരത്തിലേക്ക് ചിക്കൻ വിഭവങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഉൾപ്പെടെ ഈ ഹോട്ടലുകൾ പക്ഷിപ്പനി ഭീതിയിലാണ് ആലപ്പുഴ. വീണ്ടും കള്ളിം പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. ജില്ലയിലെ 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അജയ്നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിസ്തീർണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് ആരും നടപടി സ്വീകരിക്കും. പക്ഷെ അവർ തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തരത്തിലുള്ള നടപടി ഉണ്ടാവും. അത് ഞാൻ പറയട്ടെ, ഈ പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കാൻ ചായപ്പിടിയിലും ബൂത്തുകളിലും പോരാടുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ ആത്മവീര്യം തകർത്ത നടപടി ഒരാളുടെ ഭാഗത്തും ഉണ്ടാവരുത് എന്നുള്ള KPCC ലക്ഷ്യ 26 തീരുമാനം എനിക്കും ശോഭിതയ്ക്കും എല്ലാവർക്കും ബാധകമല്ലേ. പക്ഷേ ഒരു വൈകാരികമായി ഇട്ടതാണെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പാറോപ്പടിയിലെ പരാജയം, നിയാസിൻ്റെ പരാജയം, അതിലേതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ പിതാവിനോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണോ? ഞാൻ പറയട്ടെ, എൻ്റെ കയ്യിൽ കിടക്കുന്ന റിപ്പോർട്ട്, ഞാൻ പുറത്തുവിടാത്ത റിപ്പോർട്ട്, അതേക്കുറിച്ച് ഞാൻ തന്നെ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞ് ചർച്ച എടുക്കുക. അത് എന്തായാലും 1-2 ദിവസം കൊടുക്കില്ല അതിൻ്റെ റിപ്പോർട്ട് ഞാൻ മാധ്യമങ്ങൾ തന്നിരിക്കും. അതുമായി ബന്ധപ്പെട്ട നടപടി. ഏത് സ്ഥാനത്ത് മറ്റ് ഏത് ഞാൻ ചോദിക്കട്ടെ, ഒരാൾ തന്നെയാണോ സ്ഥിരമായിട്ട് നേതാവുക? ഞാൻ DCC പ്രസിഡന്റ് അല്ലേ? ഞാൻ മാറി
കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിനെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. ഇന്നലെ 12 മണിക്കൂറോളം അൻവറിനെ ED ചോദ്യം ചെയ്തിരുന്നു. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് PV അൻവറിനെതിരായ ED അന്വേഷണം. കൂടുതൽ വിവരങ്ങൾ കിരൺ കുമാർ കൊച്ചിയിൽ നിന്ന് നൽകും. കിരൺ, സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു PV അൻവറിനെ ED ചോദ്യം ചെയ്തത്. തനിക്ക് പറയാനുള്ളതെല്ലാം EDയോട് പറഞ്ഞു എന്നാണ് PV അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. ഇനിയും ചോദ്യം ചെയ്യാൻ തന്നെയാണോ സാധ്യത? അമ്പിളി, ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ED പലതവണ അൻവറിനെ വിളിപ്പിച്ചിരുന്നെങ്കിലും ഇന്നലെയായിരുന്നു EDക്ക് മുന്നിലേക്ക് അൻവർ എത്തിയിരുന്നത്. കഴിഞ്ഞ നവംബറിൽ PV അൻവറിൻ്റെയും കൂട്ടാളികളുടെയും വീടുകളിലടക്കം ED പരിശോധന നടത്തുകയും ചില രേഖകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചോദ്യം ചെയ്യാനായിട്ട് സമൻസ് അയച്ചിരുന്നത്. എന്നാൽ PV അൻവർ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായി വിശദമായി തന്നെ ED ചോദ്യം ചെയ്തിരുന്നു. 12 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ പിന്നീട് രാത്രി 10 മണിക്ക് ശേഷമാണ് PV അൻവറിനെ അതിനുശേഷം ED വെറുതെ വിട്ടത്. ഏതായാലും അൻവറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തന്നെയാണ് EDയുടെ നീക്കമുള്ളത്. പ്രത്യേകിച്ച് ഇയാളുടെ മൊഴി, ഇന്നലെ ലഭിച്ചിട്ടുള്ള മൊഴിയൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം വീണ്ടും വിളിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നൽകിയിട്ടുള്ള വായ്പയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ അനധികൃതമായിട്ടുള്ള ഇയാളുടെ സ്വത്ത് സമ്പാദനത്തിലും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ED പരിശോധിച്ചു വരുന്നത്. 2015 KFCയിൽ നിന്ന് ഇത്തരത്തിൽ PV അൻവർ വായ്പകൾ എടുത്തത്. ഒരേ വസ്തു കാണിച്ചുകൊണ്ട് 2 വായ്പകൾ തരപ്പെടുത്തിയെടുത്തു എന്നായിരുന്നു EDയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. ഈ അൻവറിൻ്റെ പേരിലുള്ള PVR ഡെവലപ്പേഴ്സും ഒപ്പം തന്നെ മാലാംകുളം കൺസ്ട്രക്ഷൻ, ഈ 2 സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു ഇത്തരത്തിൽ ഈ വായ്പകൾ എടുത്തിരുന്നത്. ഈ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടി തന്നെ 22.3 കോടി രൂപയുടെ നഷ്ടമായിരുന്നു, നിഷ്ക്രിയ ആസ്തിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വായ്പ ലഭിച്ചത് തന്നെ അനധികൃതമായിട്ടാണ്. ഇതിന് വേണ്ട ചില ഒത്താശകൾ KFCയിലെ ഉദ്യോഗസ്ഥരടക്കം നൽകിയിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിന് അൻവറിനെതിരായിട്ടുള്ള മൊഴികളും KFC ഉദ്യോഗസ്ഥരിൽ നിന്ന് ED ശേഖരിച്ചിരുന്നു. തുടർന്നായിരുന്നു ഏതായാലും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നത്. ഇന്നലെ വിശദമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ മൊഴികൾ കൂടി പരിശോധിച്ചതിന് ശേഷം PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കാനാണ് സാധ്യത. അമ്പിളി, കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ED ഈ അൻവറിന്റെ വീട്ടിലും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ഇതിനു മുമ്പ് റെയ്ഡൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ 12 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തത്. ഈ EDക്ക് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്നോടുള്ള ഈ പകപോക്കൽ. അതുകൊണ്ട് നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് PV അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അമ്പിളി, ഈ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ EDയുടെ ചോദ്യം ചെയ്യൽ ഇന്നലെ 12 മണിക്കൂറോളം നീണ്ടു കഴിഞ്ഞപ്പോഴാണ് അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉയർന്നിരുന്നത്. ഈ PV അൻവറിനെതിരായിട്ടുള്ള EDയുടെ കണ്ടെത്തൽ എന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2016 14.38 കോടി രൂപയായിരുന്ന അൻവറിൻ്റെ ആസ്തി അത് 2021 ആകുമ്പോഴേക്കും 64.14 കോടിയിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നൽകാനായിട്ട് PV അൻവറിന് സാധിച്ചിരുന്നില്ല. അത് ഈ വീടുകളിലൊക്കെ നടത്തിയ പരിശോധനയിലായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ EDക്ക് ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ED ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. എന്നാൽ അതിൽ കൃത്യമായിട്ടുള്ള കണക്കുകളിൽ PV അൻവറിന് നൽകാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഈ വായ്പാ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് മാലാംകുളം കൺസ്ട്രക്ഷൻസ്. ഈ മാലാംകുളം കൺസ്ട്രക്ഷൻസ് PV അൻവറിൻ്റെ മരുമക്കളുടെയും ഡ്രൈവറുടെയും പേരിലാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ പേരിലാണ് നടന്നിരിക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ഉടമസ്ഥാവകാശം തനിക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം PV അൻവർ പിന്നീട് സമ്മതിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി EDക്ക് മുന്നിലുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് EDക്ക് വ്യക്തത ലഭിക്കേണ്ടത്. എങ്ങനെ ഈ തട്ടിപ്പുകൾ നടന്നു, ഈ പണം ഏതൊക്കെ രീതിയിലേക്ക് വിനിയോഗിച്ചിട്ടുണ്ട്, മാത്രവുമല്ല
ഈ വായ്പ ലഭിച്ചിട്ടുള്ള പണം അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇഡിയുടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ നവംബറിലായിട്ടായിരുന്നു പരിശോധനകൾ നടത്തിയിരുന്നത്. PV അൻവറുമായി ബന്ധമുള്ള ആളുകളുടെ വീടുകളിലടക്കം പരിശോധന നടത്തിയിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് PV അൻവറിനെതിരായിട്ടുള്ള ക്രമക്കേടുകളുടെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഏതായാലും ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഇനിയും തൃപ്തികരമായിട്ടുള്ള മറുപടികളിൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കം നടക്കുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ഇഡി നോട്ടീസ് നൽകി സമൻസ് നൽകുന്ന സമയത്തൊക്കെ PV അൻവർ ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു PV അൻവർ ഒഴിഞ്ഞു മാറിയത്. അതിനുശേഷം വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു. ഈ ബുധനാഴ്ച ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ് നൽകിയിരുന്നതെങ്കിൽ പോലും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്നലത്തേക്ക് മാറ്റുന്നത്, അതായത് വ്യാഴാഴ്ചത്തേക്ക് ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും PV അൻവറിൻ്റെ മൊഴി പരിശോധിച്ചതിന് ശേഷം വീണ്ടും ഇഡി വിളിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്പിളി. ശരി, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിനെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യത. ഇന്നലെ 12 മണിക്കൂറോളം അൻവറിനെ ഇഡി ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുകയായിരുന്നു. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് PV അൻവറിനെതിരായ ഇഡി അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലൊക്കെ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺകുമാർ. കോതമംഗലം KSRTC ടെർമിനൽ പച്ചപ്പിലേക്ക് ചുവടുവയ്ക്കുന്നു. ബസ് സ്റ്റാൻഡിന്റെ മേൽക്കൂരയിലാണ് പച്ചക്കറി കൃഷിത്തോട്ടം ഒരുങ്ങുന്നത്. മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി ആരംഭിച്ച മട്ടുപ്പാവ് കൃഷി മറ്റ് KSRTC ടെർമിനലുകൾക്കും മാതൃകയാണ്. നഗരകേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന KSRTC ഡിപ്പോ മറ്റ് കാര്യങ്ങൾക്ക് കൂടി ഫലപ്രദമാക്കാം എന്ന ചിന്തയിൽ നിന്നാണ് മട്ടുപ്പാവ് കൃഷി എന്ന ആശയം രൂപം കൊണ്ടത്. മാലിന്യ സംസ്കരണം ആവശ്യമുള്ള പ്രധാന മേഖലയാണ് KSRTC ടെർമിനൽ. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഫലവൃക്ഷങ്ങളും ചെടികളും കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോതമംഗലം KSRTC ടെർമിനലിന്റെ മുകൾ വശത്തായി മട്ടുപ്പാവ് പച്ചക്കറി കൃഷി തുടങ്ങിയത്. HSS പുതുപ്പാടി സ്കൂളിന്റെ സഹകരണത്തോടെയാണ് KSRTC ജീവനക്കാർ മട്ടുപ്പാവിൽ കൃഷി നടത്തി വരുന്നത്. തക്കാളി, വെണ്ട, വഴുതന, മുളക് തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷിയുടെ ഭാഗമായിട്ടുള്ളത്. സ്പോൺസർമാരെ കണ്ടെത്തി പദ്ധതി വിപുലീകരിക്കുമെന്നും KSRTCയിൽ പുതിയ സംസ്കാരം വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മാലിന്യമുക്ത കോർഡിനേറ്റർ പ്രീത് സി പോൾ പറഞ്ഞു. പുതിയൊരു സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോരുന്നത്. അതിന് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ്. ഇനിയും കൂടുതൽ വിപുലപ്പെടുത്താൻ നല്ല നല്ല സ്പോൺസർമാരെ കിട്ടിയാൽ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഒരു പുതിയ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക KSRTCയിൽ എന്നൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഇവിടെ മാലിന്യമുക്ത ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർമാരുണ്ട്. അവർ സജീവമായ പ്രവർത്തനങ്ങളിനകത്ത് വരുന്നു. അവർ സമയം കണ്ടെത്തി, പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ സമയം കണ്ടെത്തി നല്ല രീതിയിൽ ഈ പദ്ധതി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. മാലിന്യം കുറയ്ക്കാനും നഗരത്തിന് കൂടുതൽ പച്ചപ്പേകാനും സുരക്ഷിതമായ ജൈവ പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള കോതമംഗലം KSRTCയുടെ പുതിയ ശ്രമം വിജയകരമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. അമൃത ന്യൂസ്, കൊച്ചി. സാധാരണ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അവിടെ അമ്പലപ്പുഴയിൽ ഒരു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കക്കാഴം ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപം കാപ്പിത്തോട്ടിലെ പൊളിച്ചു മാറ്റിയ പാലത്തിന് പകരം പുതിയ പാലമില്ല. പാലം നിർമ്മിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പകരം തൂമ്പ് സ്ഥാപിക്കുവാൻ ആരംഭിച്ചതോടെ പ്രദേശമാകെ വെള്ളക്കെട്ടിലാകുമെന്ന ആശങ്കയിലാണ് അവിടുത്തെ പ്രദേശവാസികളെല്ലാവരും. മഴക്കാലം എത്തിയാൽ നീരൊഴുക്ക് തടഞ്ഞ് വെള്ളക്കെട്ടിലാകുന്നത് 500ഓളം വരുന്ന കുടുംബങ്ങളെ ആയിരിക്കും ബാധിക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രധാന ജലഗതാഗത മാർഗമായിരുന്ന കാപ്പിത്തോടിന് കുറുകെ നിർമ്മിച്ച പഴയ പാലം പൊളിച്ചു നീക്കിയ ശേഷം ചെറിയ തൂമ്പാണ് നിലവിൽ നിർമ്മിക്കുന്നത്. ഇതാണ് ജനങ്ങളിൽ ആശങ്ക പടർത്തുന്നത്. ചെറിയ തൂമ്പ് സുഗമമായ നീരൊഴുക്കിന് തടസ്സമാകും. ഇതോടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കമ്പിവളപ്പ് പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾ കടുത്ത വെള്ളക്കെട്ടിലാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. തൂണിൽ നിർമ്മിക്കേണ്ട പാലത്തിന് പകരം ഇടുങ്ങിയ തൂമ്പ് ആകൃതിയിൽ നിർമ്മിച്ചാൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് നീരൊഴുക്കിന് തടസ്സമാകാൻ ഇടയുണ്ട്. തോട് ശുചിയാക്കുന്നതിനായി മണ്ണുമാന്തി യന്ത്രങ്ങൾ കയറാത്ത രീതിയിൽ ഉയരവും വ്യാപ്തിയുമില്ലാതെ നിലവിലെ ഭൂനിരപ്പിൽ നിന്ന് ഏറെ താഴ്ത്തിയാണ് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. കാക്കാഴം കാപ്പിത്തോടിനെ എല്ലാവർക്കും അറിയുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാന മാലിന്യ പ്രശ്നമായി പോലും നിലകൊള്ളുകയാണ്. അവിടെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ പോലും കഴിയാത്ത നിലയിലേക്ക് ഒരു നിർമ്മാണ പ്രവൃത്തി ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ അത് തെറ്റാണ് എന്നാണ് തീർച്ചയായും ഞങ്ങൾ പറയുന്നത്. NHI ഈ തീരുമാനം തിരുത്തണം.
താഴ്ന്ന പ്രദേശമായ കാക്കാഴം കമ്പിവളപ്പിൽ പതിക്കുന്ന മഴവെള്ളം കൈത്തോടുകൾ വഴി കാപ്പിത്തോട്ടത്തിലെത്തി പൂക്കൈതയാറ്റിലേക്ക് ഒഴുകിപ്പോവുകയാണ് പതിവ്. ഇതാണ് കമ്പിവളപ്പിനെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നത്. എന്നാൽ നിലവിലെ നിർമ്മാണം ഇതിന് തടസ്സമാകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. ഇതോടെ കമ്പിവളപ്പ് പ്രദേശത്തെ വീടുകൾക്കുള്ളിൽ വരെ കാപ്പിത്തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം കയറും. ഇതിനെല്ലാം പുറമെ മെഡിക്കൽ കോളേജ് ആശുപത്രി, അറവുശാലകൾ, ചെമ്മീൻ സംസ്കരണശാലകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലവും വലിയ തോതിൽ തോട്ടിലേക്ക് എത്തുന്നത് സാംക്രമിക രോഗവ്യാപനത്തിനും ഇടയാക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രായം വെറും അക്കങ്ങൾ മാത്രമെന്ന് തെളിയിച്ച ഒരു 76-കാരിയുണ്ട് ആലപ്പുഴ അമ്പലപ്പുഴയിൽ. പ്രതിസന്ധി ഘട്ടത്തെ മനോധൈര്യം കൊണ്ട് നേരിട്ട വയോധിക. കഴുത്തിൽ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി മാല കവർന്ന കള്ളനെ നേരിട്ട മഹിളാമണി ഇന്ന് നാട്ടുകാർക്ക് അഭിമാനമാണ്. ഇതാണ് മഹിളാമണി. വാർദ്ധക്യത്തിന്റെ പടവുകൾ താണ്ടിയെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പും മനോധൈര്യവും നിറഞ്ഞ 76-കാരി. കഴുത്തിൽ കത്തിവെച്ച് മാല കവർന്ന കള്ളനെ പ്രായം തോൽപ്പിക്കാത്ത മനോധൈര്യം കൊണ്ടാണ് മഹിളാമണി നേരിട്ടത്. താരപരിവേഷങ്ങളൊന്നുമില്ലാത്ത ആ വീരകഥ ഇങ്ങനെ. അമ്പലപ്പുഴ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കോമന ശിവനന്ദനം വീട്ടിൽ സദാശിവൻ നായരുടെ ഭാര്യ മഹിളാമണി. കച്ചേരിമുക്കിന് സമീപമുള്ള ശ്രീപാദം ഹോസ്പിറ്റലിന് സമീപത്ത് വെച്ച് മോഷ്ടാവ് കഴുത്തിൽ കത്തിവെച്ച് 1.25 പവനുള്ള സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു. മാലയുമായി ഓടാൻ ശ്രമിക്കവേ മഹിളാമണി ബഹളം വെച്ച് കള്ളന്റെ കയ്യിൽ നിന്നും കത്തി തട്ടിത്തെറിപ്പിച്ച് കൈവശപ്പെടുത്തി. തന്റെ ഇടത് ചകിടിൽ അടിച്ച കള്ളന്റെ വലത് കവിൾത്തടം നോക്കി ശരിക്കൊന്ന് പൊട്ടിച്ചു. കാര്യങ്ങൾ കൈവിട്ടതോടെ പേടിച്ച കള്ളൻ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ഒരാൾ എനിക്ക് നേരെ ഓപ്പോസിറ്റ് വന്ന് കത്തി കഴുത്തിന് വെച്ചു. അപ്പോൾ മറ്റേ കൈ കൊണ്ട് ഒരടിയും തന്നു. അതിന് ശേഷം ഞാനും ഒരടി കൊടുത്തു. അപ്പോഴത്തേക്കും മാല പൊട്ടിച്ച് കൊണ്ട് ശ്രീപാദ ഹോസ്പിറ്റലിലേക്ക് കയറി. ഇങ്ങോട്ട് തിരിച്ചങ്ങേര് വന്നിട്ട് എൻ്റെ മുന്നിൽ കൂടെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിക്കഴിഞ്ഞപ്പം ആശുപത്രിയിൽ നിന്ന് പോലീസുകാർ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോലീസുകാർ അപ്പോഴത്തേക്ക് എത്തി. ഉടനെ അങ്ങെത്തി. തിരിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ മാല അവിടെ കിടപ്പുണ്ടായിരുന്നു. പോലീസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി തിരിച്ചതേ. അപ്പോൾ മാല കിട്ടുമ്പോൾ താലി ഇല്ലായിരുന്നു. താലി പിന്നെ വന്ന് ഞങ്ങൾ നോക്കി എടുക്കുമായിരുന്നു. ധൈര്യം ദൈവം തന്നെന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ ധൈര്യമല്ല. ഇപ്പോഴും എനിക്ക് ആ ധൈര്യം കിട്ടിയിട്ടില്ല ഇപ്പോഴും. മാലയുമായി ഓടിയ കള്ളൻ മാല റോഡിൽ ഉപേക്ഷിച്ച ശേഷമാണ് രക്ഷപ്പെട്ടത്. കൃത്യസമയത്ത് സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയായ പത്മകുമാർ എന്ന പപ്പനെ പിടികൂടുകയും ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ പേടിച്ചു നിൽക്കാതെ ആത്മധൈര്യത്തോടെ നേരിട്ട മഹിളാമണിയമ്മ അങ്ങനെ ഹീറോ ആയി. പിന്നാലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ അഭിനന്ദനവുമായി എത്തി. അങ്ങനെ പ്രായമെന്നത് വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച മഹിളാമണി മഹിളകൾക്കിടയിലെ മണിയായി. നല്ല ഒന്നാന്തരം പൊന്നുമണി. അമൃത ന്യൂസ്, ആലപ്പുഴ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ ശബരിമല സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രി 11 മണിവരെ 95,690 ഭക്തരാണ് ദർശനം നടത്തിയത്. രാവിലെ 6 മണിവരെ 21,031 പേർ ഇതുവരെ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയിട്ടുണ്ട്. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ ദർശനശേഷം ഭക്തർ സന്നിധാനത്ത് നിന്ന് മടങ്ങണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, മകരവിളക്കിനുള്ള ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പമ്പളി മകരവിളക്ക് വരെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനം ഇന്നലെ 95,000-ഓളം അയ്യപ്പ ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. 11 മണിവരെ ഉള്ള കണക്കുകൾ പ്രകാരമാണ് ഇത്രയും ഭക്തർ ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം അത് 99,000-ഓളം ഭക്തരായിരുന്നുവെങ്കിൽ ഇന്നത് 95,000-ആയി. നേരിയൊരു കുറവ് അയ്യപ്പ ഭക്തർ ഇന്നലെ എത്തിയതിനകത്ത് കുറവ് ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ തന്നെയും എല്ലാ ദിവസവും 90,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 1,00,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്താനായി എത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു നേരിയ കുറവ് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. എങ്കിൽ തന്നെയും അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും പ്രത്യേക നിർദ്ദേശങ്ങൾ അയ്യപ്പ ഭക്തർക്ക് ഇവിടേക്ക് എത്തുന്നവർക്ക് നൽകുകയാണ്. കാരണം എത്രയും വേഗം ദർശനം നടത്തി തിരികെ പോകുന്നതിനുള്ള നടപടികൾ അയ്യപ്പ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പലപ്പോഴും ഇത് അനൗൺസ്മെൻ്റായി അറിയിക്കുന്നുമുണ്ട്. ഏറ്റവും
ഏറ്റവും പ്രധാനം ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറയുന്നതനുസരിച്ച് മാത്രമേ പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടാൻ കഴിയുന്നുള്ളൂ. ഇന്നിപ്പോൾ ഏകദേശം 21,000-ഓളം അയ്യപ്പ ഭക്തർ ദർശനം നടത്താറായി എത്തി എന്നാണ് കണക്കാക്കുന്നത്. അതേ സമയത്ത് തന്നെ എരുമേലി, കരിമല, പമ്പ, കാനനപാത വഴിയും 12,000-ഓളം അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. അത് ആകെയുള്ള ഇവിടേക്ക് എത്തുന്ന ശബരിമലയ്ക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ 40% അയ്യപ്പ ഭക്തർ അതുവഴിയാണ് എത്തുന്നത്. എന്നാൽ ഇവർ കൃത്യസമയത്ത് ഈ കാനനപാത വഴി എത്തുന്നതിനാൽ തന്നെ കൃത്യസമയത്ത് ഇവർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്തതും തിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കുമളിയിൽ നിന്നും കാനനപാത വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുമുണ്ട്. ഇവരെ എല്ലാവരും കൂടി എത്തുകയും ഒപ്പം തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാതെ എത്തുന്ന അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ളവർ കൂടി എത്തുമ്പോഴാണ് വലിയൊരു തിരക്ക് സന്നിധാനത്ത് രൂപപ്പെടുന്നത് എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ എല്ലാവരും തന്നെ ദർശനത്തിനെത്തുന്നതിനാൽ തന്നെ ഇവരെ തിരികെ അയക്കാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് പമ്പയിൽ നിന്നും 14 മണിക്കൂറോളമൊക്കെ ക്യൂ നിന്നുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ രാവിലെ ദർശനത്തിനായി എത്തിയത്. വിവിധ സ്ഥലങ്ങളിലായി അയ്യപ്പ ഭക്തരെ തടഞ്ഞു നിർത്തിയാണ് രാവിലെ നിർമ്മാല്യത്തിന് ശേഷം ദർശനത്തിന് തുടർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു നേരിയ കുറവ് അയ്യപ്പ ഭക്തരുടെ വരവിൽ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. എന്തുതന്നെയായാലും ഇന്നും അയ്യപ്പ ഭക്തർ വൻതോതിൽ അയ്യപ്പ ഭക്തരുടെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മകരവിളക്കിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികളാണ് ദേവസ്വം ബോർഡ് തുടരുന്നത്. കാരണം അത്രയും ആളുകളെ ഇവിടെ തങ്ങുകയും വീണ്ടും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സന്നിധാനത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തിരക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് പോലീസ് പ്രധാനമായും പ്രാമുഖ്യം നൽകുന്നുണ്ട്. ഇന്ന് പുതിയ പോലീസിന്റെ ബാച്ച് ചുമതലയേൽക്കുകയാണ്. അവർ മകരവിളക്ക് സമയത്ത് ഡ്യൂട്ടി നോക്കുന്നതിനും ലാസ്റ്റ് ബാച്ചാണ് ഇന്ന് ചുമതലയേൽക്കുന്നത്. അതോടുകൂടി മകരവിളക്കോടുകൂടി മകരവിളക്ക് സമാപനമാവുകയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ബാച്ച് ഇന്ന് ചുമതലയേൽക്കുകയും കൂടുതൽ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാച്ച് തന്നെയായിരിക്കും മകരവിളക്കിലേക്ക് തയ്യാറാവുക എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തിനായാലും ഇന്ന് പുതിയ ബാച്ചും ഉണ്ടാകും. ഇന്ന് മുതൽ പുതിയ ബാച്ചും ചുമതലയേൽക്കും. ഒപ്പം ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് വേണ്ട നടപടികൾ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും തുടരുകയാണ്. മകരവിളക്കിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ, ഇങ്ങോട്ടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർ തിരികെ പോകാൻ തയ്യാറാവണം എന്നതാണ് ഇവർ പ്രധാനമായും പറയുന്നത്. അപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ അയ്യപ്പ ഭക്തർ ഒരുപക്ഷെ സന്നിധാനത്തൊക്കെ തങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കുന്നുണ്ട്. രജിത്ത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തിരക്കാണ്. രജിത്ത് പറഞ്ഞു ഇന്ന് അല്പം കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴും വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഈ ഭക്തലക്ഷങ്ങൾ ദർശന പുണ്യം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ മകരവിളക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കാനനപാത വഴിയും അതുപോലെ തന്നെ റോഡ് മാർഗവും ഒക്കെ എങ്ങനെയെങ്കിലും ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ രജിത്തിനെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദർശനത്തിന് ശേഷം ഭക്തർ സന്നിധാനത്ത് നിന്ന് മടങ്ങണമെന്ന ഒരു അഭ്യർത്ഥനയൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. കൂടുതലും അന്യ സംസ്ഥാന ഭക്തരാണ് ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ടൊക്കെ സന്നിധാനത്തേക്ക് എത്തുന്നത്. തീർച്ചയായും അമ്പിളി, അതുതന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഈ മകരവിളക്ക് കൂടി കണ്ടു മടങ്ങുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയാണ് പലപ്പോഴും ഇവർ സന്നിധാനത്തേക്ക് എത്തുക. സന്നിധാനത്ത് ദർശനം നടത്തിയതിന് ശേഷം മകരവിളക്ക് കാണാൻ കഴിയുന്ന വിവിധ ഇടങ്ങളുണ്ട്. ഏകദേശം 12ഓളം സ്ഥലങ്ങളുണ്ട് സന്നിധാനമല്ലാതെ മകരവിളക്ക് ദർശനം നടത്താൻ കഴിയുന്ന. ആ സ്ഥലങ്ങളിലൊക്കെയും ഇവർ പർണശാലകൾ കെട്ടി അവിടെ തങ്ങുകയാണ് പലപ്പോഴും ചെയ്യുക. അവിടെ തങ്ങി മകരവിളക്ക് ദർശിച്ചതിന് ശേഷം മാത്രമാണ് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ള അയ്യപ്പ ഭക്തർ. കുമളി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളുണ്ട്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ, ഒപ്പം തന്നെ ശബരിമലയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ മകരവിളക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഏകദേശം 12ഓളം സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെയും പ്രത്യേകം ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഈ ശബരിമലയിൽ വിവിധ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന തിരുമുറ്റം ഒഴിച്ച് മറ്റ് കെട്ടിടങ്ങളുണ്ട്. മരാമത്ത് ഓഫീസുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന ദർശനം കോംപ്ലക്സ് ഉണ്ട്. ആ ദർശനം കോംപ്ലക്സ് എന്ന് പറയുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ കഴിയും എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങൾ ഈ സന്നിധാനത്തോട് ചേർന്ന് തന്നെയുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ അയ്യപ്പ ഭക്തർ തങ്ങുന്നത് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുന്നത്. കാരണം അവിടെയൊക്കെ
എവിടെയൊക്കെയും അയ്യപ്പ ഭക്തർ തങ്ങിക്കഴിഞ്ഞാൽ വിളക്കോടുകൂടി അയ്യപ്പ ഭക്തർ കൂടുതലായി എത്തുകയും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിരത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണം തന്നെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളി. അത് അവർ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആ മകരവിളക്കിലേക്കുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് പോലീസ് തുടരുന്നത്. ഇന്ന് പുതിയ ബാച്ച് ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേൽക്കുകയും ചെയ്യും. ശബരിമലയിൽ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 100,000-ലധികം പേരൊക്കെയാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്. എന്തായാലും മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ സന്നിധാനത്ത് തുടങ്ങിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയൊരു നഷ്ടത്തിലായിരുന്നു ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. എല്ലാ മേഖലകളിലും ആ നഷ്ടം പ്രകടമായിരുന്നു. മുൻനിര സൂചിയായ നിഫ്റ്റി 26,000 എന്ന നിലവാരത്തിന് താഴെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി 25,700 എന്ന നിലവാരത്തിലാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ആ ഒരു നിലവാരം കൂടെ ഭേദിക്കുകയാണെങ്കിൽ 25,500 എന്ന നിലവാരത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ ഉണ്ടായിട്ടുള്ള നേട്ടം എല്ലാം ഇല്ലാതാകുന്ന രീതിയിലായിരുന്നു ഈ ഒരു ആഴ്ചയിലെ വ്യാപാരം നടക്കുന്നതും ഇന്നലത്തെ വലിയ വിൽപ്പനയും കാണിക്കുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. ഇന്നലെയും ഏതാണ്ട് 2,700 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എല്ലാ മേഖലകളിലും ആ ഒരു വിൽപ്പന പ്രകടവുമായിരുന്നു. വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും ഒപ്പം തന്നെ വിൽപ്പനയും തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും US ഇന്ത്യയും മേൽക്ക് ചുമത്തുന്ന താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നതാണ് ഈ ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം. അതിലേതെങ്കിലും രീതിയിൽ സമവായം ഉണ്ടാകാത്തിടത്തോളം കാലം വിപണി ഈ തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം തുടരുക തന്നെ ചെയ്യും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങുമെങ്കിൽ കൂടിയും പ്രവർത്തന ഫലങ്ങൾ വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നില്ലെങ്കിൽ, മെച്ചപ്പെടുന്നില്ലെങ്കിൽ അതും വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, ഓഹരി വിപണിയിലെ പ്രതീക്ഷകളാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് പങ്കുവച്ചത്. ആസുരതയുടെ അന്നമൂട്ടിൽ എന്ന വ്യത്യസ്ത ടാഗ്ലൈനുമായി ചെണ്ട യക്ഷിപ്പാട്ട് എന്ന സംഗീത ശില്പം പുറത്തിറങ്ങി. എസ്ക്വയർ ക്രിയേഷൻസ് നിർമ്മിച്ചിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം ഒരു ചെണ്ടക്കാരൻ്റെയും യക്ഷിയുടെയും കഥയാണ് പറയുന്നത്. ആൽബത്തിൻ്റെ ഗാനരചന, ദൃശ്യ സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് സുരേഷ് നാരായണനാണ്. സംഗീതം ശ്രീനേഷ് എൽ പ്രഭു. തിരുവനന്തപുരം ജില്ലയിലെ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് സുരേഷ് നാരായണൻ. തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും ഇഷ്ടങ്ങളെ ഒപ്പം നിർത്തുകയാണ് അദ്ദേഹം. ഏറെ നാളത്തെ പ്രയത്നത്തിനു ശേഷമാണ് സഹപ്രവർത്തകനായ ശ്രീനേഷ് പ്രഭുമൊത്ത് ഒരു മ്യൂസിക് ആൽബം നിർമ്മിക്കുന്നത്. യക്ഷി ശാപമോഷം കിട്ടി ഒരു അമ്പലത്തിൽ ഇങ്ങനെ തളയ്ക്കപ്പെട്ട് ബന്ധനസ്ഥയായി കിടന്നതായിരിക്കാം. അപ്പോൾ അന്ന് ശപിച്ച ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഒരു നാളൊരു ചെണ്ടക്കാരൻ ഇങ്ങോട്ട് കൊട്ടിക്കയറി വരും. അപ്പോൾ ആ ചെണ്ട മേളത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ താളത്തിലുണ്ട് നിൻ്റെ മോചനത്തിനുള്ള രഹസ്യാക്ഷരം അല്ലെങ്കിൽ അഥവാ പാസ്വേഡ്. അങ്ങനെ അയാൾ നിന്നെ മോചിപ്പിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു എന്താ പറയുക തീം അല്ലെങ്കിൽ ആ ആശയം നമുക്ക് വളരെ ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നി. അപ്പോൾ ചെണ്ട യക്ഷിപ്പാട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ ഒന്ന് പുനരാവിഷ്കരിച്ചു. എസ്ക്വയർ ക്രിയേഷൻസ് നിർമ്മിച്ചിരിക്കുന്ന ഈ മ്യൂസിക് ആൽബം ഒരു ചെണ്ടക്കാരന്റെയും യക്ഷിയുടെയും കഥയാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ സ്പൂക്ക് റോക്ക് ശൈലിയിലുള്ള ആൽബമാണ് യൂട്യൂബിൽ റിലീസ് ചെയ്ത ചെണ്ട യക്ഷി. ചെണ്ട കേട്ടാൽ ഉണരുന്ന രക്തദാഹിയായ യക്ഷി എന്ന സുരേഷ് നാരായണന്റെ ആശയത്തിൽ നിന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അജയരൂപം കാട്ടി നിന്ന് ചെണ്ടപെരുക്കും മാദേവാ നേതി 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 ചെണ്ടപെരുക്കും മാദേവാ നേതി 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 ആരുമേ അതു ചൊന്നതില്ല. 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലൂടെ ഈ കഥ മനോഹരമായാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. യക്ഷിയായി കീർത്തി സുരേഷും ചെണ്ടക്കാരനായി സച്ചിൻ ശങ്കറും എത്തുന്നു. ഗാനരചന, ദൃശ്യം സംവിധാനം ഇവ മൂന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത് യുവകവി സുരേഷ് നാരായണൻ തന്നെ. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്രീനേഷ് എൽ പ്രഭു. ഗായകൻ അഖിൽ യശ്വന്ത്. മിക്സിംഗ് വിനീത് എസ് തപ്പാൻ. അമൃതാനൂസ്, തിരുവനന്തപുരം.
സ്പാനിഷ് സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും തമ്മിൽ ഫൈനൽ. രണ്ടാം സെമിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 1-2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. ഫെഡറിക്കോ വാൽവർഡെയും റോഡ്രിഗോയും റയൽ മാഡ്രിഡിനായി ഗോൾ നേടിയപ്പോൾ അലക്സാണ്ടർ സോർലോത്ത് അത്ലറ്റിക്കോയുടെ ഏക ഗോൾ നേടി. ഞായറാഴ്ചയാണ് ഫൈനൽ. നേരത്തെ ബാഴ്സലോണ അത്ലറ്റിക് ക്ലബിനെ 5-0 തകർത്താണ് ഫൈനലിൽ എത്തിയത്. വനിതാ പ്രീമിയർ ലീഗ് 4ാം സീസണും ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് മുൻ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ആദ്യ മത്സരം മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ്. രാത്രി 7:30-ക്കാണ് മത്സരങ്ങളെല്ലാം. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.